അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഉള്ള സിറ്റി എന്ന് പറയുന്നത്. സ്ഥലോവ വോല എന്ന് പറയും പോളണ്ടിൽ. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അടിപൊളി ഒരു സ്പോട്ടിലാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതായത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനിപ്പോൾ ഈ ഒരു കാണിക്കുന്ന ഈ ഒരു സ്പോട്ടുണ്ടല്ലോ, ഞാൻ മുന്നേ വന്നൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടില്ലേ, ഒരു ഹെവനാണ്. എന്ത് ഭംഗിയാണെന്ന് കണ്ടില്ലേ. ഒരുപാട് ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ അവിടെ. ഹലോ ഗായ്സ്, പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്, ഒരു അക്ഷരം പറയരുത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് പോളണ്ടിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. പോളണ്ട് ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്, എന്നാൽ അതിലേറെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് എക്സ്പെൻസ് വളരെ കുറഞ്ഞൊരു രാജ്യമാണ് ഈ പോളണ്ട് എന്ന് പറയുന്നത്. ഒരുപാട് പല പല രാജ്യക്കാരും വന്ന് വർക്ക് ചെയ്യുന്നൊരു രാജ്യം കൂടിയാണ്. അതായത് ബംഗ്ലാദേശ്, പിന്നെ ഈ പറയുന്ന പോലെ നേപ്പാളീസ്, ഫിലിപ്പീൻസ്, മലേഷ്യൻസ്, പിന്നെ ഇന്തോനേഷ്യക്കാർ, അങ്ങനെ പല പല രാജ്യക്കാർ. ഇതൊക്കെ നമ്മുടെ ഓൾമോസ്റ്റ് അടുത്തുള്ള രാജ്യങ്ങൾ. എന്നാലും ഈ പറയുന്ന പോലെ യൂറോപ്യൻ കൺട്രി ആയിട്ടുള്ള ഈ പറയുന്ന ഹംഗറി, ക്രൊയേഷ്യ, സ്ലോവാക്യ, ഇവിടെയുള്ള രാജ്യക്കാർ പോലും, അല്ലെങ്കിൽ അവിടെ വരുന്ന മലയാളീസ് പോലും ഇവിടെ ഈ പോളണ്ടിൽ വർക്ക് ചെയ്യാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സ്പെൻസ് തന്നെയാണ്. ഇവിടെ ടാക്സും വളരെ കുറവാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തെ പോലെയും യൂറോ അല്ല. ഇവിടെ ഓരോ രാജ്യത്തും ഇപ്പം റൊമാനിയയിലാണെങ്കിൽ റൊമാനിയൻ ലേ ആയിരിക്കും. അതുപോലെ തന്നെ പോളണ്ടിലാണെങ്കിൽ പോളണ്ട് സ്ലോട്ടിയാണ്. ഓക്കെ, ഒരു സ്ലോട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ റേഞ്ച് നാട്ടിലെ 26 രൂപയായിരുന്നു ഞാൻ വന്ന ടൈമിൽ. അതായത് പോളണ്ടിൽ വന്ന ടൈമിലൊക്കെ ഒരു സ്ലോട്ടി എന്ന് പറയുന്നത് 21 രൂപയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അത് കൂടി. അതായത് ഓരോ മാസമോ അല്ലെങ്കിൽ ഓരോ വർഷമൊക്കെ കൂടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം. എന്നിരുന്നാലും ഈ പറയുന്ന എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ, കാരണം ഇത്രയും അധികം മലയാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് എക്സ്പെൻസ് കുറവായ ഒറ്റ കാരണം കൊണ്ടാണ്. അതായത് സാധനങ്ങളുടെ വില ഇപ്പം നമുക്കൊരു നാട്ടിലെ ഒരു 10,000 രൂപ ഒക്കെ മാസം നമുക്ക് ചിലവ് വരുന്നുള്ളൂ. ഇവിടുത്തെ അരി, സാധനങ്ങൾ, നമ്മുടെ ഫുഡ്, പിന്നെ ബാക്കിയുള്ള അല്ലറ ചില്ലറ ഫോൺ റീചാർജിങ്, ഇതൊക്കെയാണല്ലോ നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ട കാര്യം. ഒരു രാജ്യത്ത് വരുമ്പോൾ നമ്മൾ അവിടുത്തെ എക്സ്പെൻസാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ ഇവിടെ ഭയങ്കര നോർമലായിട്ട് നമുക്ക് ചെറിയ ഒരു പൈസ മുടക്കിൽ നമുക്ക് ഇവിടെ എക്സ്പെൻസ് കഴിച്ച് കൂട്ടി പോകാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള സാലറി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് സേവ് ചെയ്യാനും പറ്റുന്ന ഒരു നല്ലൊരു രാജ്യം കൂടിയാണ് പോളണ്ട്. പിന്നെ സ്റ്റുഡൻസിന് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. സ്റ്റുഡൻസിന് നല്ല രീതിയിലുള്ള യൂണിവേഴ്സിറ്റീസ് ഒരുപാടുണ്ട്. മലയാളീസൊക്കെ ഒരുപാട് മലയാളി സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വർക്ക് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വർക്കും കിട്ടുന്നുണ്ട്. ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു ഇതിൽ പറയുന്നത്. പിന്നെ നെഗറ്റീവ്സും ഉണ്ട്, അത് ഞാൻ പറയാം. സ്റ്റുഡൻസിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ വളരെ സാധ്യത കൂടുതലുള്ളൊരു രാജ്യമാണ് കേട്ടോ. അതായത് സ്റ്റുഡൻറ്റ് ID വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഇവിടെ ടാക്സ് ഇല്ല. ഒന്നാമത്തെ കാര്യം അതാണ്, ടാക്സ് കുറവാണ്. ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഈ ഒരു പോളണ്ട് എന്ന് പറയുന്നത്. അതായത് 26 വയസ്സിന് താഴെയുള്ളവർക്ക് പോളണ്ടിൽ എത്ര സാലറി ഇവർ വാങ്ങുന്നുണ്ട്, ഈ പോളണ്ടിലെ ആൾക്കാർ വാങ്ങുന്നുണ്ടോ അതേ സാലറി, സെയിം സാലറി നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്ക് 26 വയസ്സിന് താഴെ ആയിരിക്കണം കേട്ടോ അവർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഒരു സാലറിയിൽ നമുക്കിവിടെ വർക്ക് ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ തുടർന്ന് TRC കാർഡിനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അതൊക്കെ ഭാവിയിലുള്ള കാര്യങ്ങളാണ്. എന്നാലും വരുന്ന ടൈമിൽ ഈ പറയുന്ന പോലെ നല്ലൊരു സാലറി ഏൺ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ പഠിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമല്ല. സ്റ്റുഡൻറ്റ് വിസയൊക്കെ ഞാനും 1-2 പേരെ കയറ്റിയിട്ടുണ്ട്. അവരും ഇപ്പോൾ പോളണ്ടിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം, സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യത്തിൽ നോ വറി, അടിപൊളിയാണ്, നിങ്ങൾക്ക് കയറി വരാം. കോഴ്സ് എടുക്കുക, പക്ഷേ പഠിക്കാൻ പോവുക,
എക്സാം എഴുതുക, അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ ട്രാവലിങ് കാര്യങ്ങളൊക്കെ വളരെ സുഖമാണ്. ഒരുപാട് ട്രെയിൻസ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ ട്രാമ്പ് ഉണ്ട്, പിന്നെ ബസ് സർവീസ് ഉണ്ട്. അതും നിങ്ങൾക്ക് ഒരു രീതിയിലും പ്രശ്നങ്ങളില്ലാത്ത രീതിയിലുള്ള വളരെ ഈസി ആയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാവലിംഗ് സൗകര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് അതിനുള്ള ട്രെയിനിൻ്റെ ആപ്സ് ഉണ്ട്. ഇപ്പോൾ ട്രെയിനകത്താണ് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ട്രെയിനിൻ്റെ ആപ്പ് ഉണ്ട്, കോലിയോ എന്ന് പറയും. ആപ്പിൽ നിങ്ങൾ പോകേണ്ട സിറ്റി ഏതാണെന്നുള്ളതും നിങ്ങൾ നിൽക്കുന്ന സിറ്റി ഏതാണെന്നുള്ളതും, അതായത് നിൽക്കുന്ന സ്റ്റേഷൻ ഏതാണെന്നുള്ളതും, ഇപ്പോൾ നിങ്ങൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ ഏതാണെന്നുള്ളതും ആപ്പിൽ വളരെ വ്യക്തമായിട്ട് കാണും. പിന്നെ ബസ്സും അതുപോലെ തന്നെയാണ്, സെയിം സിസ്റ്റം തന്നെയാണ്. പിന്നെ ലാംഗ്വേജ് എന്ന് പറയുന്ന കാര്യം ഇവിടെ പോളിഷ് ലാംഗ്വേജാണ്. ഇംഗ്ലീഷ് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മളിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഈ പറയുന്ന പോലെ ഇംഗ്ലീഷൊന്നും അറിയണമെന്നില്ല. ഒരുപാട് ഭൂരിപക്ഷം ആൾക്കാരും ഈ പറയുന്ന പോലെ ഇവിടുത്തെ പോളിഷ് ലാംഗ്വേജ് തന്നെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ട്രാൻസ്ലേറ്റ് ഒക്കെ ഉണ്ട്, ഫോണിൽ ട്രാൻസ്ലേറ്റിനകത്തൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവരോട് അങ്ങനെ സംസാരിക്കാം. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനീസിലൊക്കെ ഈ പറയുന്ന പോലെ കോർഡിനേറ്റർമാരുണ്ട്, മാനേജർമാരുണ്ട്, ലീഡർമാരുണ്ട്. അവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ TRC കാർഡ് കിട്ടാനായിട്ട് കുറച്ച് താമസം എടുക്കും. കാലതാമസം എടുക്കുന്ന ഏറ്റവും എനിക്ക് തോന്നുന്നു റൊമാനിയയിൽ ഈ പറയുന്ന പോലെ ഞാൻ റൊമാനിയയിൽ വന്നിട്ട് ഏകദേശം ആൾമോസ്റ്റ് ഈ പറയുന്ന പോലെ 1 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തായിരുന്നു. വർക്ക് ചെയ്ത് എനിക്ക് ഒരാഴ്ച കൊണ്ട് കാർഡ് കിട്ടിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രാജ്യമാണ് റൊമാനിയ. അപ്പോൾ അവിടെ എനിക്ക് ഒരാഴ്ച കൊണ്ട് കാർഡ് കിട്ടി. അത് ഈ പറയുന്ന പോലെ നമ്മൾ കമ്പനി ഡയറക്റ്റ് വന്നതായിരുന്നു. നമ്മൾ കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് ചെയ്ത് എൻ്റെ ബോസ് കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് എനിക്ക് റെഡിയാക്കി പെട്ടെന്ന് തന്നെ ഫാസ്റ്റാക്കി തന്നു. അപ്പോൾ TRC കാർഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കുന്നൊരു കേസാണ് പോളണ്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം നിലവിൽ എൻ്റെ അഭിപ്രായത്തിൽ തുറന്നു പറയാമെങ്കിൽ 4 വർഷമായിട്ട് ഇവിടെ കാർഡ് കിട്ടാത്ത ആൾക്കാരും നിലവിൽ പോളണ്ടിലുണ്ട്. ഇവരൊക്കെ ഇപ്പം ഡയറക്റ്റ് വിസയിൽ വന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോലെ അല്ല. ഡയറക്റ്റ് വിസയിൽ വന്ന് അപ്ലൈ ചെയ്താലും ഈ പറയുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ നല്ലൊരു ലോവറിൻ്റെ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പണി കിട്ടും. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം, ഇപ്പോൾ ഏത് രാജ്യത്താണെങ്കിലും കാർഡ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. TRC കാർഡ്, അതായത് ടെമ്പററി റെസിഡൻസ് കാർഡ്, ഒരിക്കലും PR അല്ല. PR വേറെ, ടെമ്പററി റെസിഡൻസ് കാർഡ് വേറെ. ഇതെൻ്റെ പോളണ്ടിലെ ഇവിടുത്തെ കാർഡാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ എനിക്ക് നിലവിൽ കിട്ടിയ പുതിയ കാർഡാണ് പോളണ്ടിലെ. ഇത് ശരിക്കും പറഞ്ഞാൽ 3 വർഷത്തെ കാർഡാണ് കേട്ടോ. 3 വർഷത്തെ ടെമ്പററി റെസിഡൻസ് കാർഡ്, അതായത് 3 വർഷത്തേക്ക് നമ്മൾ ഈ ഒരു പോളണ്ടിൽ നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ളൊരു കാർഡാണ് ഈ ഒരു കാർഡ്. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ റൊമാനിയയിലെ 2 കാർഡും ഉണ്ട്. ഇത് ബാക്കിൽ പോളണ്ടിലെ, ഇത് റൊമാനിയയിലെ TRC കാർഡാണ്. ഇതാണ് എനിക്ക് ഇത് 1 വർഷത്തെ TRC കാർഡാണ് കേട്ടോ റൊമാനിയയിൽ. ഞാൻ 1 വർഷത്തേക്ക് എടുത്തുള്ളായിരുന്നു റൊമാനിയ. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻ്റർ ടൈം പോളണ്ടിൽ. അതായത് ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് തണുപ്പ് അത്യാവശ്യം ഉണ്ടാവും. ഈ പറയുന്ന പോലെ സ്നോയും തുടങ്ങും. പിന്നെ കൊടൂരമായിട്ടത് നമ്മളെ ബാധിക്കുന്നത് ഈ പറയുന്ന ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴാണ്. ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടലും, പിന്നെ നമുക്ക് റോഡിൽ കൂടി ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് വരെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയങ്ങളാണ് ഈ ഡിസംബർ ജനുവരി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല യൂറോപ്യൻ കൺട്രീസും ഈ ഹോളിഡേയ്സ് ഈ ഒരു മാസങ്ങളിൽ കൊടുക്കുന്നത്. നമ്മൾ നാട്ടിലോട്ടൊക്കെ വരുന്ന പല യൂറോപ്യൻ കൺട്രീസിൽ നിന്നും നാട്ടിലോട്ട് ആളുകൾ വരുന്ന ഈ ഒരു കാരണം കൊണ്ടാണ്. വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ ഈ ആസ്മ, ശ്വാസം മുട്ട്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ തണുപ്പെന്ന് പറയുന്നത് തണുപ്പ് അല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മഞ്ഞിലങ്ങ് മൂടിക്കുക എന്നൊരു അവസ്ഥയിലോട്ട് വരുന്ന ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് അത്. ഒരു ജാക്കറ്റ് ഇട്ടത് കൊണ്ടൊന്നും ഈ പറയുന്ന പോലെ നമുക്ക് പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല. നമുക്ക് പൊതുവെ മലയാളീസിന്, ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ആൾക്കാർക്കെന്ന് പറയുമ്പോൾ ഇവിടുത്തെ കൾച്ചറുമായിട്ട് ഇണങ്ങി ചേർന്നുള്ള മനുഷ്യരാണ്. അപ്പോൾ നമുക്കത് ഇവരെ പോലെ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ ഈ യൂറോപ്പിലുള്ള ആൾക്കാരും അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. തണുപ്പത്തും മഞ്ഞത്തും ഈ പറയുന്ന പോലെ ഇവിടെ വെയിലുള്ള മാസങ്ങളുമുണ്ട്. സമ്മർ ടൈമിലൊക്കെ അത്യാവശ്യം വെയിലും ഉള്ള മാസങ്ങളുണ്ട്. അപ്പോൾ എവിടെയാണെങ്കിലും ഈ പറയുന്ന പോലെ കഷ്ടപ്പാടുകളുണ്ട്. ഓക്കെ,
സുഖങ്ങൾ മാത്രമല്ല, യൂറോപ്പ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര സുഖമാണ്, ഭയങ്കര അടിപൊളി ലൈഫാണ്. അങ്ങനെയല്ല, എല്ലാ രാജ്യത്തും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. അതൊക്കെ നമ്മൾ സഹിച്ചുമൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എന്നുള്ളൊരു കാര്യം നമുക്ക് യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വരാൻ കഴിയട്ടെ എന്നുള്ളൊരു ആശംസ നേരുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ